എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ടിട്ട് സംസ്കൃതത്തിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. റെക്കോർഡ് ക്ലാസ് വാട്സപ്പിലൂടെ അയച്ചു നൽകും. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സുകൾ ഉപയോഗപ്രദമാവുക. അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സുകളാണ് പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നോക്കിയിരുന്നു. ആദ്യം ചാപ്റ്റർ 9 നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ മക്കൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ സംസ്കൃതം പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ആരും സ്വാർത്ഥത പാടില്ല. ഫ്രണ്ട്സിനും കൂടി അത് ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യം ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ അത് ഒരു വട്ടം കൂടി റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കാൻ പാടുള്ളൂ. ആഴ്ചയിൽ സൺഡേ ഒരു റിവിഷൻ പോലെ ഒരാഴ്ച പഠിപ്പിച്ചത് പഠിക്കണം. അങ്ങനെ പോയാൽ എല്ലാ മക്കൾക്കും സംസ്കൃതവും എല്ലാ വിഷയങ്ങളും നല്ല എളുപ്പത്തിൽ പഠിച്ച് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചാപ്റ്റർ 9 എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകളാണ് നമ്മൾ പഠിച്ചതെന്ന് നോക്കാം. കാളിദാസൻ്റെ കൃതികളെക്കുറിച്ച് പറഞ്ഞു, ഹ്രസ്വചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജനനി എന്നു പേരുള്ള ഹ്രസ്വചിത്രത്തെക്കുറിച്ച് പറഞ്ഞു, ചലച്ചിത്രത്തിൻ്റെ പേരും സംവിധായകരെയും കുറിച്ച് പറഞ്ഞു. ഇനി 10ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? അക്കിത്തം അച്യുത നമ്പൂതിരിയെക്കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ നമ്മൾ പഠിച്ചത്. പിന്നെ 1ാമത്തെ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ഉപസർഗങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഹരതി എന്നുള്ള ഒരു വാക്ക് ആണെങ്കിൽ അതിന് മുമ്പ് പ്ലസ് അല്ലെങ്കിൽ അധിക ചിഹ്നങ്ങളാണ്. അതിന് മുമ്പാണ് ഉപസർഗം വരിക. എപ്പോഴും ഉപസർഗങ്ങൾ ആദ്യമാണ് വരിക. അപ്പോൾ സം എന്നുള്ള ഉപസർഗമാണെങ്കിൽ അത് ചേർത്ത് എഴുതുമ്പോൾ സംഹരതി. അതിൽ നിന്ന് ഉപസർഗം എടുത്തെഴുതാൻ ചോദിച്ചാൽ സം എന്നുള്ള വാക്ക് എടുത്തെഴുതണം. അടുത്ത നമ്മൾ പഠിച്ചത് പരിദഹ. പരിദഹ എന്ന ചോദ്യത്തിൽ വരികയാണെങ്കിൽ ദ്വിതീയ വിഭക്തിയിൽ വേണം ചേർക്കാൻ. ചോദ്യമാണെങ്കിൽ ഷഷ്ടി വിഭക്തിയിലായിരിക്കും ഉണ്ടാവുക, അധ്യാപകസ്യ. അതെങ്ങനെ നമ്മൾ ദ്വിതീയ വിഭക്തിയിലേക്ക് മാറ്റും? അധ്യാപകം. അങ്ങനെയാണ്. മനസ്സിലാക്കി പഠിച്ചു പോയാൽ ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നീട് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് അവ്യയങ്ങളാണ്. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള അവ്യയങ്ങളെ പറഞ്ഞു. ത്വാന്തം, ലബന്ധം, തുമുനന്ത അവ്യയങ്ങൾ. ത്വാന്തം എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഒരു വാക്കിൻ്റെ അവസാനത്തിൽ ത്വാ എന്നുള്ള വാക്ക് വരും. ലബന്ധാണെങ്കിലോ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ യാ വരും. തുമനന്താണെങ്കിൽ തും. അപ്പോൾ ബാക്കി ഓപ്ഷനിലുള്ളതാണ് മറ്റ് ചിലവയായിട്ട് പറയാം. പ്രത്യയങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത്? തവ്യത് പ്രത്യയം, അനിയരി പ്രത്യയവുമാണ് പഠിച്ചത്. തവ്യത് എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ അവസാനത്ത് തവ്യം എന്നുള്ള വാക്ക് വരും, തവ്യ എന്നുള്ള വാക്ക് വരും. അനിയരി പ്രത്യയമാണെങ്കിൽ അവസാനിക്കുന്നത് നിയം എന്നുള്ള വാക്കിലായിരിക്കും. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകളാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് 2ാമത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണ്? ജീവാതുരേവ ദ്രുമഃ എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പം നോക്കാം. പൂർവസ്മിൻ പാഠഭാഗേ പ്രകൃതേഃ മനോഹാരിതാം അധികൃത്യ കിഞ്ചിത് ജാനിമോ വയം. എന്താണ് പൂർവസ്മിൻ? മുമ്പുള്ള പാഠഭാഗത്തിൽ പ്രകൃതേഃ പ്രകൃതിയുടെ മനോഹാരിതയെ അധികൃത്യ മനോഹാരിതയെക്കുറിച്ച് കിഞ്ചിത് അല്പം ജാനീമോ വയം നാം മനസ്സിലാക്കി എന്നാണ് പറയുക. തസ്യ അതിൻ്റെ, ഏതിൻ്റെയാണ്? പ്രകൃതിയുടെ സംരക്ഷണത്തിനായി സസ്യാനാം സസ്യങ്ങളുടെ സംരക്ഷണമാണ് പ്രഥമം ആദ്യം കരണീയം ചെയ്യേണ്ടത്.
അപ്പം എന്താണ്, പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആദ്യം എന്താ വേണ്ടേ, പ്രകൃതിയുടെ സംരക്ഷണത്തിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, സസ്യങ്ങളുടെ സംരക്ഷണമാണ് ആദ്യം ചെയ്യേണ്ടത്. യത്ര യത്ര എവിടെയാണ് സസ്യാനാം സസ്യങ്ങൾ നാശനം നശിപ്പിക്കുന്നതായി ദൃശ്യതേ കാണപ്പെടുന്നത്, തത്ര തത്ര അവിടെ അസ്മാഭിഹി നമ്മളാൽ തന്നിവ നിവാരണം. അപ്പം തത് നിവാരണീയമാണ്, തന്നിവാരണീയം എന്ന് പറയുന്നത്. അത് നമ്മൾ തടയണമെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണോ സസ്യങ്ങളെ നശിപ്പിക്കുന്നത് കാണുന്നത്, അവിടെ നമ്മളാൽ അത് എന്ത് ചെയ്യണം, അത് തടയണം, നിവാരണം. അതാണ് തന്നിവാരണീയം. തത് നിവാരണീയം, അത് നമ്മൾ തടയണം. ഇനി എന്താണ്, സസ്യാനി സസ്യങ്ങൾ, അസ്മാകം നമ്മുടെ, പ്രാണാൻ ജീവനെ, പരിപാലയന്തി സംരക്ഷിക്കുന്നു, അധഹ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട്, തേഷാം ഈ സസ്യങ്ങളുടെ, അല്ലെങ്കിൽ തേഷാം എന്ന് പറഞ്ഞാൽ ഈ സസ്യാനാം സസ്യങ്ങളുടെ ജീവന സംരക്ഷണം, സസ്യങ്ങളുടെ സംരക്ഷണം, അസ്മാകം അഭി എന്താണ്, നമ്മുടെ കർത്തവ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആമുഖം നോക്കൂ. പ്രകൃതിയുടെ അഭിന്നാഹ ഭിന്നമല്ലാത്ത, ഭാഗമാകുന്നു സന്ധിയാകുന്നു എന്താ, വനസ്പതയഃ സസ്യങ്ങൾ. അപ്പോൾ പ്രകൃതേഹേ അഭിന്നാഹ ഭാഗാഹ സന്ധി വനസ്പതയഃ, പ്രകൃതിയുടെ ഭിന്നമല്ലാത്ത ഭാഗമാകുന്നു എന്ത്, സസ്യങ്ങൾ. ഇനി എന്താണ്, വനസ്പതീനാം. അപ്പോൾ വനസ്പതി എന്ന് പറയുന്നത് സസ്യം എന്ന് പറയുന്ന വാക്കിൻ്റെ വേറെ ഒരു വാക്കാണ് കേട്ടോ. അപ്പോൾ പ്രകൃതേഹേ അഭിന്നാഹ പ്രകൃതിയുടെ ഭിന്നമല്ലാത്ത, ഭാഗാഹ സന്ധി ഭാഗമാകുന്നു എന്ത്, വനസ്പതയഃ സസ്യങ്ങൾ. വനസ്പതീനാം വനസ്പതി സസ്യങ്ങളുടെ, സർവേ ഭാഗാഹ എല്ലാ ഭാഗങ്ങളും, സർവേഷാം എല്ലാ പ്രാണീനാം പ്രാണികൾക്കും, കൃതേ സർവഥാ ഉപയോഗപ്രദാഹ എല്ലാ പ്രാണികൾക്കും വേണ്ടി എന്താണ്, സർവദാ ഉപയോഗപ്രദാഹ എല്ലാ പ്രകാരത്തിലും ഉപയോഗപ്രദങ്ങളായിട്ട്, ഭവിക്കുന്നു എന്നാണ് പറയുന്നത്. തഥാപി എന്നാലും, അന്യപശ്യവ മറ്റു ജന്തുക്കളെ പോലെ, ഇവ തേന ചലന്തി എന്താണ്, ഇവ ചലിക്കുന്നില്ല. മറ്റു ജന്തുക്കളെ പോലെ ഇവ എന്തു ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. ന ചലന്തി കോലാഹലം ച ന കുർവന്തി ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നില്ല. അപ്പം എന്താണ് പറയുന്നത്, തഥാപി അന്യപശ്യാവ മറ്റ് ജന്തുക്കളെ പോലെ, ഇവ തേന ചലന്തി ഇവ ചലിക്കുന്നില്ല. ആര്, സസ്യങ്ങൾ ചലിക്കുന്നില്ല. കോലാഹലം ച ന കുർവന്തി ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നില്ല. അധഹ അതുകൊണ്ട്, സസ്യാനാം സസ്യങ്ങൾക്ക്, പ്രാണാഹ എന്ന് പറഞ്ഞാൽ പ്രാണനും, തഥാ തേഷാം അപ്രകാരം, തേഷാം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക്,
സംവേദനക്ഷമത. സംവേദനക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികരണശേഷി. ചനസന്ധി, ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണ, അതാണ് ഭ്രമം. ഇല്ല എന്നുള്ള ഭ്രാന്തിയ, തെറ്റിദ്ധാരണ. മന്യാമഹേ വയം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവർക്ക് സംവേദനക്ഷമത എന്ന് വെച്ചാൽ എന്താണ്? പ്രതികരണശേഷി. ചനസന്ധി, ഇല്ല എന്നാണ്. ഇത് ഭ്രാന്തിയ, നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. മന്യാമഹേ, ഈ തെറ്റിദ്ധാരണ നിമിത്തം വയം, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്നു. വിചാര്യന്തേ മന്യാമഹേ, നമ്മളങ്ങനെ വിചാരിക്കുന്നത്, അതാണ് മന്യാമഹേ വയം. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഇവർക്ക് പ്രതികരണശേഷി ഇല്ലാന്നുള്ള ഒരു ഭ്രാന്തിയ, ഒരു തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണ നിമിത്തം മന്യാമഹേ വയം, നമ്മൾ വിചാരിക്കുന്നു. തസ്മിൻ വിഷയെ, ആ വിഷയത്തിൽ ഏകാം ലഘുകഥാം, ഒരു ചെറിയ കഥ, അതാണ് ലഘുകഥ എന്ന് പറയുന്നത്. ഒരു ചെറിയ കഥ അത്ര ജ്ഞാസ്യാമ, ഇവിടെ പഠിക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഉപരിവനാക്യേ ഗ്രാമേ. ഉപരിവനാക്യേ ഗ്രാമേ, ഉപരിവനം എന്നുള്ള പേരുള്ള ഗ്രാമത്തിൽ. അപ്പൊ ഗ്രാമത്തിന്റെ പേരെന്താണ്? ഉപരിവനം എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അപ്പൊ ഉപരിവനാക്യേ, ഉപരിവനം എന്ന് പേരുള്ള, ആക്യേ പേരുള്ള, ഗ്രാമേ ഗ്രാമത്തില്, കേജന കുറച്ച്, ബാലകഃ ആൺകുട്ടികൾ, ഖേലന്തി കളിക്കുകയായിരുന്നു, ഖേലന്തി സ്മ, അതെന്താണ്? കളിക്കുകയായിരുന്നു. തേഷകോ അവരിൽ, ബാലകഃ ഒരു ചെറിയ ആൺകുട്ടി, സമീപസ്ഥസ്യ സമീപത്തുണ്ടായിരുന്ന, കസ്യജന ഒരു വൃക്ഷകസ്യ വൃക്ഷത്തിൻ്റെ, ശാഖാം, ശാഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കൊമ്പ്, അതിൻ്റെ കൊമ്പ് അതിൻ്റെ കൊമ്പ് എന്താ ചെയ്തത്? ആ കുട്ടി എന്താ ചെയ്തത്? ചിത്വ ഒടിച്ചു, അല്ലേ? ഒടിച്ച് യഷ്ടീം അകരോത്, അതുകൊണ്ടൊരു വടിയുണ്ടാക്കി. വടിയല്ല ശരിക്കും ഉണ്ടാക്കിയത്. ആ കുട്ടി എന്താ ഉണ്ടാക്കിയോ? ഒരു വടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താ? ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ബാറ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ആ കൊമ്പ് ഒടിച്ചിട്ട് ഒരു ബാറ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. വടിയെന്നാണ് പറയുക, പക്ഷെ ബാറ്റാണ്. ക്രിക്കറ്റ് കളിക്കുക. ആ കുട്ടികൾ എന്ത് കളിയാണ് കളിക്കണേന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അപ്പം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ബാറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ എന്ത് ചെയ്തു? ഈ കൊമ്പ് ഒടിച്ചിട്ട് ഒരു ബാറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. തത് ദൃഷ്ട, അതെന്താ? അത് കണ്ടിട്ട്, ഇതരേ ബാലകാഹ മറ്റു കുട്ടികളും, കുട്ടികളും, തസ്യ ബാലവൃക്ഷസ്യ ആ ചെറിയ വൃക്ഷത്തിൻ്റെ, ബാലവൃക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ വൃക്ഷം എന്നാണ് അർത്ഥം. ആ ചെറിയ വൃക്ഷത്തിൻ്റെ ശാഖപത്രാണി എന്താ ചെയ്തത്? ശാഖപത്രങ്ങൾ, ഇലകൾ, ശാഖ ആ കൊമ്പും, പത്രം എന്ന് പറഞ്ഞാൽ ഇലയുമാണ്. ഇലകളും എന്തു ചെയ്തു? ഭഞ്ജയിതും ആരംഭന്ത, ഭഞ്ജയിതും ഒടിക്കുവാൻ തുടങ്ങി. ഭഞ്ജയിതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഒടിക്കുവാൻ, ആരംഭന്തേ തുടങ്ങി എന്നർത്ഥം. അപ്പം എന്താണ് പറയുന്നത്? ബാലഗാനം ക്രീഡാമിമാം. അപ്പം ഈ കുട്ടികളുടെ ഇത്തരത്തിലുള്ള, അപ്പോൾ ഒരു കുട്ടി എന്താ ചെയ്തത്? അതിൻ്റെ കൊമ്പൊടിച്ച് ബാറ്റ് ഉണ്ടാക്കാൻ നോക്കി. മറ്റു കുട്ടികൾ എന്ത് ചെയ്തു? അതിൻ്റെ കൊമ്പും
ഇലകളൊക്കെ ഒടിക്കാൻ തുടങ്ങി. അപ്പം ഇത്തരത്തിലുള്ള കുട്ടികളുടെ കളി കണ്ടിട്ട് ക്രീഡാമിമാം സമീക്ഷ്യ കണ്ടിട്ട് നികടസ്ഥാത് സമീപത്തുള്ള ഭവനാദാഗത്യ വീട്ടിൽ നിന്ന് കാഞ്ചിത് മഹിള ഒരു സ്ത്രീ വന്നിട്ട് ഭവനാദാഗത്യ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഇത് കണ്ടിട്ട് ഈ കുട്ടികളുടെ ഈ കളി കണ്ടിട്ട് കാഞ്ചിത് മഹിള ഒരു സ്ത്രീ വന്നിട്ട് ഏവൻ അവദത് ഇപ്രകാരം പറഞ്ഞു. ഭോ ബാലകാഹ അല്ലയോ കുട്ടികളെ, ഏവമ്മ കുർവന്തു ഇപ്രകാരം ചെയ്യരുത്. ബാലവൃക്ഷസ്യ ശാഖം നാം ഭഞ്ജയതു ഈ ചെറിയ വൃക്ഷത്തിൻ്റെ ശാഖം കൊമ്പ് ന ഭഞ്ജയതു ഒടിക്കരുത്. അപ്പം തസ്യാഹ വചനം ശ്രുത്വ അപ്പം അവരുടെ വാക്ക് കേട്ടിട്ട് എന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് തേഷു അന്യതമ അപൃച്ഛത് അവരിൽ അന്യതമഹ സമർത്ഥനായ ഒരു കുട്ടി ഒരുവൻ അപൃച്ഛത് ചോദിച്ചു. എന്താ ചോദിച്ചത്? വൃക്ഷസ്യ ശാഖഭംഗേന എന്താണ്? വൃക്ഷത്തിൻ്റെ ശാഖഭംഗേന കൊമ്പ് ഒടിക്കുന്നത് കൊണ്ട് തസ്യ വേദന ഭവതീവാ അതിന് വേദന ഉണ്ടാകുമോ? തസ്യ അതിന് ആ സസ്യത്തിന് വേദന ഭവതീവാ വേദന ഉണ്ടാകുമോ? ദുഃഖാൻ അനുഭോക്തും അതാണ് ദുഃഖന്യ അനുഭോക്തും എന്ന് പറയുന്നത്. ദുഃഖാൻ അനുഭോക്തും ദുഃഖന്യാൻ അനുഭോക്തും. അപ്പം എന്താണ് പറയുന്നത്? ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് വൃക്ഷസ്യ പ്രാണാഹ സന്ദീവാ വൃക്ഷത്തിന് ജീവനുണ്ടോ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. ബാലകൻ്റെ നീരസോ ഉപേദമഭി നീരസത്തോടു കൂടിയാണെങ്കിലും ആകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിജ്ഞാസയോടുകൂടിയ വാക്യമിതം ഈ ചോദ്യം കേട്ടിട്ട് നിശമ്യ കേട്ടിട്ട് നാരി ആ സ്ത്രീ പുനരഭ്യഭാഷത വീണ്ടും പറഞ്ഞു.